തൃശൂർ പരിയാരം കൊന്നക്കുഴിയിൽ വളർത്തുനായയെ പുലി പിടിച്ചിരിക്കുന്നു. വലിയ വീടൻ അനൂപ് എന്ന ആളുടെ വീട്ടിലെ നായയെയാണ് പുലി പിടിച്ചത്. പാതി തിന്ന നിലയിലായിരുന്നു നായയുടെ മൃതദേഹം. 3 മണിക്ക് വീട്ടില് പുലി ഇറങ്ങി വന്ന് പട്ടീനെ പിടിച്ചു. അമ്മ കണ്ടു, അത്യാവശ്യം വലിപ്പുണ്ട് എന്ന് പറഞ്ഞ പുലി. പിന്നെ 2 വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര സൈഡാണ്. പിന്നെ 2 ചെറിയ പിള്ളേരുണ്ട്, പിള്ളേരൊക്കെ ഇപ്പം പുറത്തിറങ്ങുന്നതാണ്. പിന്നെ ഇത്ര നാളും പാനേരെ പേടിയായിരുന്ന ആന പോയി പുലിയായി. ആന ഇന്ന് ഡെയിലി വീടിന്റെ ബാക്കി കൂടെ പോണ. പിന്നൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞാലും അവർ തോന്നുന്ന സമയത്തേക്കിന് വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോ പുലിയുടെ കാര്യം വന്നു. കാലത്ത് രാവിലെ അറിയിച്ചു കഴിഞ്ഞിട്ട് അവർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ വന്നത്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഈ പരിയാരം പഞ്ചായത്തിലെ 8-ാം വാർഡിലെ അവസ്ഥകള്. തൃശൂർ പരിയാരം കൊന്നക്കുഴിയിൽ വളർത്തുനായയെ പുലി പിടിച്ചിരിക്കുന്നു. വലിയ വീടൻ അനൂപ് എന്ന ആളുടെ വീട്ടിലെ നായയാണ് പുലി പിടിച്ചത്. അനീഷ് ആന്റണി ചേരുന്നു. അനീഷ് ആന്റണി, ഇപ്പോൾ നമ്മൾ നൽകിയ സംഭാഷണം, ആ സംഭാഷണം നടത്തുന്നത് വലിയ വീടൻ അനൂപ് എന്ന ആളാണോ? അനൂപ് തന്നെയാണ് ഈ സംഭാഷണം നടത്തുന്നത് ബനേഷ്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഇങ്ങനെ വീട്ടുകാർ ഈ നായയുടെ നിർത്താതെയുള്ള കുര കേൾക്കുന്നത്. ഉടൻ ഈ അനൂപിന്റെ അമ്മ വന്ന് ലൈറ്റ് തെളിയിച്ച് നോക്കിയപ്പോഴാണ് പുലിയെ കണ്ടതായി പറയുന്നത്. അനൂപ് പറയുന്നത് വലിയ അത്യാവശ്യം വലിപ്പമുള്ള പുലി തന്നെയായിരുന്നു വന്നത്. പിന്നീട് നേരം വെളുത്ത് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ നായയെ പകുതി ഭക്ഷിച്ച നിലയിൽ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് കണ്ടത്. വീടിന് സമീപത്ത് തന്നെയായിരുന്നു ഈ നായയെ കെട്ടിയിട്ടിരുന്നത്. അവിടെ വരെ എത്തിയാണ് ഈ പുലി പിടിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ വനമേഖലയോട് ചേർന്നാണ് ഇവർ താമസിക്കുന്നത്. ആനയും മ്ലാവും ഒക്കെ നിരന്തരം വീടിന് സമീപത്തൂടെ പോകുന്നത് ഇവർക്കൊരു പുതുമയല്ലാത്ത പോലെയാണ് ഈ അനൂപ് പറയുന്നത്. സ്ഥിരം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊന്നക്കുഴി എന്ന് പറയുന്ന പ്രദേശം. പക്ഷേ പുലി ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ പുലി ഇറങ്ങുന്നതെന്നാണ് ഈ അനൂപ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഫെൻസിംഗ് എല്ലാം ഈ മേഖലയിലുണ്ട്. പക്ഷേ ഫെൻസിംഗ് എല്ലാം നേരത്തെ തന്നെ ആന തകർത്ത് ആണ് ഈ ജനവാസ മേഖലയിലേക്കൊക്കെ ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ പുലിക്ക് ഉൾപ്പെടെ എളുപ്പത്തിൽ ഈ ഫെൻസിംഗ് തകർന്നു കിടക്കുന്ന നിലയിലായതിനാൽ പുലിക്ക് എളുപ്പത്തിൽ ഇത്തരത്തിൽ വീടിന് സമീപത്തേക്ക് വരെ എത്താവുന്ന ഒരു സാഹചര്യം കൂടി, ഗുരുതരമായ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. 2 കുട്ടികൾ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ള വീട് കൂടിയാണെന്നാണ് അനൂപ് പറയുന്നത്. കാരണം പകൽ സമയങ്ങളിലൊക്കെ കൊച്ചുകുട്ടികൾ പുറത്തും വീടിന് സമീപത്തും മറ്റും കളിച്ചു നടക്കുന്ന ഒരു പ്രായമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പുലി ഇപ്പോൾ രാത്രിയിൽ പുലർച്ചെ എത്തിയ പുലി ഇപ്പോൾ പകൽ സമയങ്ങളിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എത്തിയാൽ അതൊരു വലിയ അത്യാഹിതത്തിലേക്കൊക്കെ പോകും. എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. വനംവകുപ്പിനെ വിവരം അറിയിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് വനംവകുപ്പ് എത്തിയതെന്നുള്ള ഒരു ഗുരുതര ആരോപണം കൂടി ഇയാൾ ഉന്നയിക്കുന്നുണ്ട് വനംവകുപ്പിനെതിരെ. എന്തായാലും ഈ മേഖലയിൽ സ്വൈര്യജീവിതം, വന്യമൃഗ ശല്യം, ആനയുടെയും മ്ലാവിന്റെയും ഉൾപ്പെടെ ഇപ്പോൾ ഇതാ പുലിയുടെയും കൂടി ശല്യം മൂലം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെന്നാണ് അനൂപും വീട്ടുകാരും ഉൾപ്പെടെ പറയുന്നത്. ബനേഷ്, ഇപ്പോൾ ഒരു സ്ത്രീ സംസാരിക്കുന്നതുകൂടി കാണുന്നുള്ളൂ. അവരുടെ ശബ്ദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉയർത്തി കേൾപ്പിക്കുക. അല്ലെങ്കിൽ അനീഷ് ആന്റണിയോട് ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അവർ അത് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ആ ഭാഗത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശത്തുള്ളവർ സൂക്ഷിക്കുക. തൃശൂർ പരിയാരം കൊന്നക്കുഴി ഭാഗം അനീഷ് ആന്റണി സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ സ്വൈര്യജീവിതത്തിന് വിഘാതമാകുന്ന രീതിയിൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നു. പക്ഷേ ഒരു പുലി വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വന്ന് വീടിൻ്റെ ഉള്ളിലല്ല, ആ വളപ്പിൽ പ്രവേശിച്ച് പുലിയെ, അവിടുത്തെ നായയെ പകുതി തിന്ന് പോകുന്ന രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്യമൃഗങ്ങൾ ഈ പരിയാരം കൊന്നക്കുഴിയിൽ ഇറങ്ങി വന്ന് വീടുകൾക്കകത്തേക്ക് പോലും പ്രവേശിക്കുന്ന ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ അനീഷ് ആന്റണി? തീർച്ചയായും അത് തന്നെയാണ് അവരുടെ പേടി സ്വപ്നവും. നേരത്തെ ആ ബൈക്കിൽ സൂചിപ്പിക്കുകയുണ്ടായി. കൊച്ചുകുട്ടികൾ ഉള്ള വീടാണ്. 2 കുട്ടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. പകൽ സമയത്തൊക്കെ ഇത്തരത്തിൽ പുലി വീടിന് സമീപത്തേക്ക് എത്തിയാൽ ഒരുപക്ഷെ വലിയ അത്യാഹിതത്തിലേക്കൊക്കെ അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അത്തരത്തിലുള്ള ഒരു ഭയം കൂടി ഈ വീട്ടുകാർക്കും സമീപവാസികൾക്കും ഒക്കെയുണ്ട്. എന്തായാലും വനവകുപ്പ് കാര്യക്ഷമമായി ഇത്തരത്തിൽ ഈ ഫെൻസിങ്, തകർന്നടക്കുന്ന ഫെൻസിങ് പൂർവ്വസ്ഥിതിയിലാക്കണം. മാത്രമല്ല ഈ വന്യമൃഗങ്ങൾ ഈ ഇത്തരത്തിൽ വീടിന് സമീപത്തേക്ക് പുലി, അതുപോലെ ആന, അതുപോലെ മ്ലാവ് ഉൾപ്പെടെയുള്ള ആ പ്രദേശത്ത് ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ശല്യം തടയാൻ ശാശ്വതമായ ഒരു പരിഹാരം സ്വീകരിക്കണമെന്നൊക്കെ തന്നെയാണ് ഈ പ്രദേശവാസികളൊക്കെ ആവശ്യം. ബനേഷ്, ശരി. അനീഷ് ആന്റണിയാണ് പേടിപ്പെടുത്തുന്ന ഈ ഒരു വാർത്ത തൃശൂർ പരിയാരം കൊന്നക്കുഴിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. വളർത്തുനായയെ പുലി പിടിച്ചിരിക്കുന്നു. വലിയ വീടൻ അനൂപ് എന്നയാളുടെ വീട്ടിലെ നായയാണ് പുലി പിടിച്ചത്. പാതി തിന്ന നിലയിലായിരുന്നു പുലി പിടിച്ച നായയുടെ മൃതദേഹം.